ഗൈസ്, കാശ്മീരെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് എൻ്റെ കുറച്ച് വെജിറ്റബിൾ കാണിക്കാനാണ് പോകുന്നത്. എനിക്ക് കുറച്ച് വെജിറ്റബിൾ കൃഷികളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഞാൻ ഇതൊക്കെ കാണിച്ചു തരാം, എന്നിട്ട് ഓരോന്നും അതിൻ്റെ പേരുകൾ പറഞ്ഞു തരാം. ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു തക്കാളി നമ്മൾ നട്ടു വെച്ചിട്ടുണ്ട്. അത് വളർന്നു. ഇനി അത് തക്കാളി വരാറായില്ല, കുറച്ചും കൂടെ വളരാറുണ്ട്. പിന്നെ കുറച്ച് കീരയുണ്ട് ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ജാമ്പയ്ക്കയുണ്ട്. ഇത് വഴുതലങ്ങയാണ്. ഇന്ന് പൂത്തതേ ഉള്ളൂ ഗൈസ്. പിന്നെ 3 തൈ വഴുതലങ്ങ ഉണ്ട് കേട്ടോ. 1, 2, 3. മൂന്നാമത്തെ പൂത്തു. പിന്നെ വെണ്ടയ്ക്കയുണ്ട്. ഇന്ന് ഒരെണ്ണം അറുത്തു. 2 തൈ വെണ്ടയ്ക്കയുണ്ട്. പിന്നെ കത്തിരിക്കയുണ്ട്. കത്തിരിക്ക കാച്ചു. ഇതാ ഇവിടെ ഉണ്ട് ഗൈസ്. നമ്മൾ വളമൊന്നും ഇടൂല, നമ്മൾ ചാണകം മാത്രമേ ഇടുള്ളൂ. ഇതാ ഇവിടെ ഒരു കത്തിരിയുണ്ട്. പിന്നെ ഇവിടെ 2 തൈ പാവയ്ക്കുണ്ട് ഗൈസ്. ഇതാണ് പാവയ്ക്ക. പിന്നെ 2 ഇനമുണ്ട് കേട്ടോ. അതാണ്ട് ഇത് വെള്ള കളറ്, ഇത് വേറെ ഇനമാണ് പച്ച കളർ. ഇത് ഫുള്ള് ഗ്രീൻ ആയിട്ടിരിക്കും, അത് ഫുള്ള് വൈറ്റാണ് ഗൈസ്. ഈ പാവയ്ക്കയുടെ അടിയിൽ ഞാൻ കുറച്ച് കമ്പ് വെച്ച് കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവിടെ 2 മുളക് തൈയുണ്ട് ഗൈസ്, ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്കിവിടെ വള്ളിപ്പയറുണ്ട്. ഇത് പൊടിച്ച് കയറുന്നതേ ഉള്ളൂ, കാച്ചിട്ടില്ല. പാവയ്ക്കയുടെ കൂടെ പൊടിച്ച് കയറുകയാണ്, ഇതുവരെ കാച്ചു വന്നിട്ടില്ല. പിന്നെ ഇവിടെ പാവയ്ക്കയുണ്ട്. ഇതിന് മുമ്പ് 3-4 നമ്മൾ വിളവെടുത്തു. പിന്നെ അതുകൊണ്ട് കരിയേപ്പിലയുണ്ട്. പിന്നെ ഇറച്ചി ഇലയുണ്ട്. പിന്നെ ഈ കമ്പ് സെറ്റപ്പ് ഇത് മരമല്ല ഗൈസ്, നമ്മൾ അടിച്ച് ഊന്നി വെച്ചതാണ്. പിന്നെ ഇറച്ചി ഇലയുണ്ട് ഗൈസ്. പിന്നെ അതുകൊണ്ട് ഇവിടെ കുറേ പാവയ്ക്കയുണ്ട്. കുറച്ച് മുകളിലോട്ട് വിളന്ന് കയറിയാണ്. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക.